Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA തേർഡ് സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പർ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് ആണ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SE ചോദ്യങ്ങൾ, 2 മാർക്സിന്റെ ചോദ്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സോ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ്. സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ തേർഡ് സെമസ്റ്ററിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ബികോം BBA സ്റ്റുഡൻസിന് അവൈലബിൾ ആണ്. BBAയുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അവൈലബിൾ ആണ്. ദെൻ 6th സെമസ്റ്ററിലത്തെ പ്രോബ്ലം പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം പിടിച്ചോ, പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കമ്മ്യൂണിക്കേഷനെ പറ്റിയുള്ള ചോദ്യം. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ നിർബന്ധമായും നോക്കിയിരിക്കണം. എന്താണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ? റിട്ടൺ കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടോ വെർബൽ കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതിൻ്റെ മെറിറ്റ്സ് നോക്കണം. മെറിറ്റ്സ് ഓവർ, ചില സമയത്ത് അങ്ങനെ ചോദിക്കാറുണ്ട്, അതിൻ്റെ മെറിറ്റ്സ് ഓവർ വെർബൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ എടുത്തും ചോദിക്കാറുണ്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ചില സമയത്ത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ദെൻ അതിൽ തന്നെ 5 C's ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, 5 C's ഓഫ് അങ്ങനത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കാറുണ്ട്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പം നമ്മൾ ആദ്യമായി പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം കമ്മ്യൂണിക്കേഷനിലെ ഏതെങ്കിലും ഒരെണ്ണമാണ്, വെർബലോ റിട്ടണോ. നിർബന്ധമായും പഠിച്ചിരിക്കണം അതിൻ്റെ ബെനഫിറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി നെക്സ്റ്റ്, ഈ ഗവേണൻസിനെ പറ്റിയുള്ള ചോദ്യം പല ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആണ്. വാട്ട് ഈസ് ഈ ഗവേണൻസ് നോക്കിയിരിക്കണം, റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിൻ്റെ മേജർ ഇനീഷ്യേറ്റീവ്സ്, what are major initiatives? Okay, initiatives in India. Okay, so ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. ഇനി മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നത് നോളേജ് റിസോഴ്സസ് അവൈലബിൾ ഓൺ ദി ഇന്റർനെറ്റ്. ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദി നോളേജ് resources available on the internet പഠിച്ചിരിക്കണം. ഓക്കെ, ഇന്റർനെറ്റ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിലുള്ള ഒന്നാണ്. ഇനി ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള മറ്റൊരു ചോദ്യത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. മൂക്ക്. ചില സമയത്ത് അത് SE ആയിട്ടും ചോദിക്കാറുണ്ട്, അതല്ലെങ്കിൽ നമുക്കത് 5 മാർക്സിൻ്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാറുണ്ട്. മൂക്ക് എന്താണ്, അതിനെ പറ്റിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ദെൻ അതിൻ്റെ കൂടെ തന്നെ ചോദിക്കാറുള്ളതാണ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഫോർമൽ ഓൺലൈൻ കോഴ്സസ്. അതും മൂക്കുമായിട്ടുള്ള ഒരു ഡിഫറൻസും പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് സൈബർ അഡിക്ഷൻ ചോദിക്കാറുണ്ട്. ദെൻ സൈബർ ക്രൈംസ്, സൈബർ അഡിക്ഷൻ്റെ കോൺസിക്വൻസസ് ഒക്കെ എടുത്ത് ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ സൈബർ ക്രൈംസ് എടുത്ത് ചോദിക്കാറുണ്ട്. സൈബർ ക്രൈംസിനെ പറ്റിയിട്ടുള്ള ചോദ്യം SEക്കും നമുക്ക് പ്രതീക്ഷിക്കാം, നിർബന്ധമായും നോക്കിയിരിക്കണം. സൈബർ ക്രൈംസ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതിൻ്റെ ടൈപ്സ് ഉണ്ട്, SEക്കും 5 മാർക്സിൻ്റെ മാറി വരാറുള്ളതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി റിപ്പീറ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, അതിൻ്റെ ഫീച്ചേഴ്സ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണ്,
അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കാറുണ്ട്, സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ് ഓൺലൈൻ ലൈബ്രറീസിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഓൺലൈൻ ലൈബ്രറീസിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എടുത്ത് ചോദിക്കാറുള്ളതാണ്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. റിപ്പീറ്റാണ് ഓൺലൈൻ ലൈബ്രറീസിനെ പറ്റിയിട്ടുള്ള ചോദ്യം. ഇനി ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ലാസ്റ്റ് ചാപ്റ്റർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്. SCക്കും ചോദിക്കാറുണ്ട്, 5 മാർക്സിനും ചോദിക്കാറുണ്ട്. സിഗ്നിഫിക്കൻസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിപ്പീറ്റ് ചോദ്യമാണ്. ദെൻ അതിൻ്റെ മോഡൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ് മോഡൽസ് B2C B2G, ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ B2C മോഡൽ എന്താണ്, ദെൻ അതിൻ്റെ ബെനഫിറ്റ്സ്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ്, അങ്ങനെയും നമുക്കെടുത്ത് ഉള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ചലഞ്ചസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ബിസിനസ് മോഡൽസ് B2C B2B അതൊക്കെ നിങ്ങൾ നോക്കിയിരിക്കണം. അതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്സിൻ്റെയിലും പ്രതീക്ഷിക്കാം, 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും പ്രതീക്ഷിക്കാം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് വാരിയസ് സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് കൺസേൺഡ് with IT in society. ചെറിയൊരു ചോദ്യമാണ്, ചില സമയത്ത് കണ്ടുവരാറുണ്ട്, നോക്കിയിരിക്കണം. എത്തിക്കൽ ഇഷ്യൂസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം. അതുപോലെ തന്നെ ഡാറ്റ ക്വാളിറ്റീനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഡൈമെൻഷൻസ് ഓഫ് ഡാറ്റ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ദെൻ ബെനഫിറ്റ്സ് ഓഫ് ഡാറ്റ ക്വാളിറ്റി അതും ചോദിക്കാറുണ്ട്. ബെനഫിറ്റ്സ് ഓഫ് ഡാറ്റ ക്വാളിറ്റി നോക്കിയിരിക്കണം കേട്ടോ. 5 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനത്തെ ഒരു ചോദ്യം. ഇനി അഡ്വർടൈസിങ്ങിൽ തന്നെ നമുക്ക് PPC പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ്, PPC മാർക്കറ്റിംഗ് ആഡ് എന്താണ് ചോദിക്കാറുണ്ട്. PPC ചില സമയത്ത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാം. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് എടുത്ത് ചോദിക്കാറുള്ളതാണ്. അഡ്വാൻറ്റേജസ് അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ചോദിക്കാറുണ്ട്, നോക്കിയിരിക്കണം കേട്ടോ. PPC ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഇ ലേണിംഗ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. ഇതൊക്കെ റിപ്പീറ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതിൽ ബെനഫിറ്റ്സ് ഓഫ് യൂസിങ് വീഡിയോസ് ഇൻ ഇ ലേണിങ്ങിനെ പറ്റിയിട്ടുള്ള ചോദ്യം സെപ്പറേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഇ ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ് കേട്ടോ. ഓൺലൈൻ ലേണിങ്ങിൻ്റെ ബെനഫിറ്റ്സ്, ഇതിൻ്റെ ബെനഫിറ്റ്സ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അതും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ലേണിംഗ് എന്താണ്, അതിൻ്റെ ബെനഫിറ്റ്സ്, അഡ്വാൻറ്റേജസ് ഇതൊക്കെ നോക്കിയിരിക്കണം. പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളൊരു ചോദ്യമാണ് ഓൺലൈൻ ലേണിംഗ് എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഈ ബുക്ക് എന്താണ്, റിപ്പീറ്റ് ചോദ്യത്തിൽ വരുന്ന മറ്റൊരു ചോദ്യമാണ്. അതിൻ്റെ അഡ്വാൻറ്റേജസ് ദെൻ ലിമിറ്റേഷൻസ് നിർബന്ധമായി നോക്കിയിരിക്കണം. ഈ ബുക്ക്, ഈ ലേണിംഗ്, പിന്നെ ഈ കണ്ടന്റ് ചോദിക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാണ്, ഈ കണ്ടന്റ് എന്താണ് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്കതിനെ കൂട്ടിച്ചേർത്ത് പറയാൻ സാധിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഇ ലേണിംഗ് ഡെലിവറി, അതിൻ്റെ അപ്രോച്ചസ് എടുത്ത് ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് ഒരു സജഷൻ തരാനുള്ളത്
നെക്സ്റ്റ് ഒരു സജഷൻ തരാനുള്ളതാണ്. various approaches to e-learning delivery. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. e-learning delivery. ഓക്കെ, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് തരാനുള്ള മറ്റൊരു സജഷൻ എന്ന് പറയുന്നത് ഈ വേസ്റ്റ് ആണ്. ഈ കണ്ടന്റ് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഈ വേസ്റ്റ് കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ഈ വേസ്റ്റ് എന്താണ്? ദെൻ അതിൻ്റെ കൂടെ റോൾ ഓഫ് എ സിറ്റിസൺ ഇൻ ഇ വേസ്റ്റ് ഡിസ്പോസൽ നിർബന്ധമായും നോക്കിയിരിക്കണം. റിപ്പീറ്റ് ചോദ്യമാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നെക്സ്റ്റ്, ഇമെയിൽ എറ്റിക്വേറ്റ് എന്താണ് ചോദിക്കാറുള്ളതാണ്. എറ്റിക്വേറ്റ് എന്താണ്? ദെൻ ഡൂസ് ആൻഡ് ഡോൺസ്, അത് ചില സമയത്ത് എസ്സേക്കും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. ഡൂസ് ആൻഡ് ഡോൺസ് റിപ്പീറ്റ് ആണ് കേട്ടോ. നമുക്ക് എസ്സേക്ക് ചോദിച്ചിട്ടുണ്ട് ചില സമയത്ത്, അതുപോലെ തന്നെ 5 മാർക്സിൻ്റെ ചോദ്യമായിട്ടും ചോദിച്ചിട്ടുള്ളതാണ് ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയുന്നത്. നമുക്ക് നിർബന്ധമായും പ്രതീക്ഷിക്കാം. ഇനി തരാനുള്ള മറ്റൊരു സജഷൻ ആണ് ഇൻഫോർമേഷൻ ഓവർലോഡ്. അത് ചില സമയത്ത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാറുണ്ട്. ഓവർലോഡ് എന്താണ് എന്നുള്ളൊരു ചോദ്യം. അതിൻ്റെ കോസസ് എന്തൊക്കെയാണെന്നുള്ളതും ചോദിക്കാറുണ്ട്. കോസസ് എന്തൊക്കെയാണ് എന്നും ചോദിക്കാറുണ്ട്. സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ആൻഡ് ലാസ്റ്റ് ഒരു സജഷൻ കൂടി തരാനുള്ളത് ക്വാളിറ്റീസ് ഓഫ് എ പ്രൊഫഷണൽ. എസ്സേയിലും ചോദിക്കാറുണ്ട് കേട്ടോ. ട്രൈറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ പ്രൊഫഷണൽ, ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത്. നമുക്ക് ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒരു 8 ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം. എന്തൊക്കെയാ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണ്, വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, 5 C's ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷന് വെർബൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് കമ്പാരിസൺ. ദെൻ ഈ ഗവേണൻസ്, മേജർ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ, ഈ ഗവേണൻസിൽ നോളജ് റിസോഴ്സസ് അവൈലബിൾ ഓൺ ദി ഇൻ്റർനെറ്റ്. ദെൻ മൂക്ക് എന്താണ്, ദെൻ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ഓൺലൈൻ കോഴ്സസ് മൂക്ക് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ സൈബർ അഡിക്ഷൻ, അതിൻ്റെ കോൺസിക്വൻസസ്, സൈബർ ക്രൈംസ് ഉണ്ട്, സൈബർ സ്പേസ് ഉണ്ട്, അതിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്. ചില സമയത്ത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും വരാറുണ്ട്. ദെൻ ഓൺലൈൻ ലൈബ്രറീസ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ബിസിനസ് മോഡൽസ്, B2C B2B അതൊക്കെ നോക്കണം. ദെൻ വാരിയസ് സോഷ്യൽ എത്തിക്കൽ ഇഷ്യൂസ് കൺസേൺ വിത്ത് IT ഇൻ സൊസൈറ്റി. പിന്നെ ഡൈമെൻഷൻസ് ഓഫ് ഡാറ്റ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, ബെനിഫിറ്റ്സ് ഓഫ് ഡാറ്റ ക്വാളിറ്റി. PPC മാർക്കറ്റിംഗ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്. ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് വീഡിയോസ് ഇൻ ലേണിംഗ്, അതിൻ്റെ ബെനിഫിറ്റ്സ്. ഈ ബുക്ക് എന്താണ്, ഈ കണ്ടന്റ് എന്താണ്, ഈ കണ്ടന്റിൻ്റെ ഈ പറയുന്ന ചോദ്യം 2 മാർക്സിൻ്റെ ചോദ്യമായിട്ടും വരാറുള്ളതാണ്. അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഈ കണ്ടന്റിൻ്റെ എലമെൻറ്റ്സ് എന്താണെന്നുള്ളത് എടുത്ത് ചോദിക്കാറുണ്ട്. ദ വാരിയസ് അപ്രോച്ചസ് ടു ലേണിംഗ് ഡെലിവറി. ഈ വേസ്റ്റ് എന്താണ്, അതെങ്ങനെയാണ് നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കുക, അതിൻ്റെ റോള് സിറ്റിസൻ്റെ. ദെൻ ഇമെയിൽ, അതിൻ്റെ ഇമെയിൽ കമ്മ്യൂണിക്കേഷനിൽ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതും ആയിട്ടുള്ള കാര്യങ്ങൾ. ഇൻഫർമേഷൻ ഓവർലോഡ് എന്താണ്, അതിൻ്റെ കോസസ്, ക്വാളിറ്റീസ് ഓഫ് എ പ്രൊഫഷണൽ. സോ ഇതാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങൾ. നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഒരു 7 ചോദ്യം ഇതാണ്. ഓക്കെ, ദെൻ പിന്നെ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ആൻഡ് ലാസ്റ്റ് പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് കേട്ടോ. സോ ഇത് വിട്ടിട്ട് നമുക്ക് സാധാരണ കണ്ടുവരാറില്ല. സോ നമ്മൾ 3 പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തത്. ഇനി ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.